കോടതിയുടെ ഉത്തരവ് ഏതായാലും ആ ഉത്തരവ് എല്ലാ കാര്യത്തിലും നടപ്പിലാക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ്. പ്രത്യേകിച്ചും ഒരു കോർപ്പറേഷൻ്റെ ഭരണസമിതി. കോടതി പറയുന്ന എന്താണ്, ആ ഉത്തരവ് കയ്യിൽ കിട്ടിയിട്ടില്ല. മാധ്യമ വാർത്തകൾ അതോടൊപ്പം തന്നെ അഭിഭാഷകനായിട്ട് ഫോണിൽ സംസാരിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ആ ഉത്തരവ് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കൃത്യമായിട്ട് അതനുസരിക്കും, നടപ്പിലാക്കും. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ കാപ്പ ബോർഡിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാപ്പ ചുമത്തിയത് ശരിവച്ചിരിക്കുകയാണ്. അത് ഇന്നലെ അത് ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ? അല്ല, അക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷകരുമായിട്ട് സംസാരിച്ചിട്ട് അക്കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നുണ്ട്. അത് ഫയൽ ചെയ്യേണ്ടത് കൗൺസിലറാണ്. ഇപ്പോൾ നിലവിൽ കോർപ്പറേഷന് മുമ്പാകെ ഉള്ളത് ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട കോടതി നാളെ രാവിലെ 11 മണിക്ക് അദ്ദേഹം ഇപ്പോൾ ഉള്ള സ്ഥലം, അതായത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിൻ്റെ റൂമിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരവ് കയ്യിൽ കെട്ടിയതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ നടപടികൾ സ്വീകരിക്കും, കോർപ്പറേഷൻ സ്വീകരിക്കും. നിലവിൽ സത്യപ്രതിജ്ഞ മാത്രമല്ല, ഇപ്പോൾ 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല. മൂന്നാമതൊരു യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ 4ാമത്തെ കൗൺസിൽ യോഗം വരുമ്പോഴേക്കും അദ്ദേഹത്തിന് ആയോഗ്യപ്പെടാം. നിലവിൽ ഇപ്പോൾ 2 കൗൺസിൽ പങ്കെടുത്തിട്ടില്ല. ഇനി അടുത്ത കൗൺസിൽ യോഗം എന്നത്തേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്താണ് ആലോചനകൾ? അല്ല, ഇവിടെ ആരും അയോഗ്യരൊന്നും ആകാൻ പോകുന്നില്ല. പിന്നെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടില്ല. കൗൺസിൽ യോഗം തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ വരുന്ന അജണ്ടകളുടെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വരുന്ന അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ കൗൺസിൽ യോഗം തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു കൗൺസിൽ യോഗം ചേരണം എന്നുള്ള തരത്തിലുള്ള അജണ്ടകൾ വരുമ്പോഴേക്കും കൗൺസിൽ യോഗത്തിൻ്റെ ഡേറ്റ് ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൗൺസിൽ യോഗം ചേരാറുണ്ട്. അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല. എന്തായാലും ഈ മാസം കൗൺസിൽ യോഗം ഉണ്ടാകും, തീർച്ചയായിട്ടും അതുണ്ടാകും. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ സാധിക്കുമോ? ഒരാളുടെ ജനാധിപത്യ അവകാശത്തെയൊക്കെ തന്നെ തടയാൻ വേണ്ടി സാധിക്കുമോ? എനിക്ക് തോന്നുന്നത് നിയമത്തിൽ അങ്ങനെയും സാധിക്കില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതികൾ പറയുന്ന കാര്യവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭരണസമിതി 5 വർഷം അതുപോലെ തന്നെ ആയിരിക്കും പോകുന്നത്. താങ്കൾ പറഞ്ഞ ഈ മാസം അവസാനം കൗൺസിൽ യോഗം ഉണ്ടാകുമെന്ന്. ആ യോഗത്തിന് മുമ്പായിട്ട് ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചന? സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി ജാമ്യം കിട്ടാൻ വേണ്ടി ഓരോ നിമിഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലോ. കൗൺസിൽ യോഗം എന്തായാലും ഈ മാസം നല്ല രീതിയിൽ നടക്കും. പിന്നെ ഒരു കൗൺസിലറും അയോഗ്യനാകാൻ പോകുന്നില്ല. 101 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തവർ 101 പേര് 5 വർഷം അതുപോലെ തന്നെ ഉണ്ടാവും. നിലവിൽ കാപ്പ ബോർഡിൻ്റെ ഈ തീരുമാനം ശരിവച്ചത് ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ല. അത് ഹൈക്കോടതിയിലെ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞാൻ പറയുന്നത്, അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൗൺസിലറും അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സംഘവുമാണ് അക്കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ നേതൃത്വവും അക്കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അത് ഇടപെടുന്നുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് വിങ്ങാണ്. മേയർ എന്നുള്ള നിലയ്ക്ക്, ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൗൺസിലറും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടി എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കുന്നത്, കൗൺസിലറുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കാര്യങ്ങൾ, കോടതിയുടെ പരിഗണനയുള്ള കേസുകൾ, അതിൽ കോടതിയുടെ വിധി, അതിൽ കോർപ്പറേഷൻ എന്ത് നടപടി സ്വീകരിക്കും, എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ആധികാരികമായി എനിക്ക് പറയാനുള്ളത്. ഈ കേസ് പരിഗണനയിൽ വന്ന സമയത്ത് തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഞങ്ങളുടെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇപ്പോൾ 2 മണിക്ക് കോടതിയുടെ ഉത്തരവ് വന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ ഈ റൂമിന് തൊട്ടടുത്തുണ്ട്. ഞങ്ങളിപ്പോൾ മാധ്യമങ്ങൾ പോയതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത്, നാളെ രാവിലെ 11 മണിക്കുള്ള കാര്യം കൈകാര്യം ചെയ്യേണ്ടത്, കോടതി ഉത്തരവ്, അപ്പോഴേക്കും കോടതി ഉത്തരവും ഞങ്ങൾക്ക് കയ്യിൽ കിട്ടും. അതിനുശേഷം ഞങ്ങൾ തീരുമാനമെടുക്കും. എന്തായാലും കോടതി പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കും.